പ്രൈസ് ദി ലോർഡ്. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 18, തിരുവചനങ്ങൾ 1 മുതൽ 4 വരെ. ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന് വലിയ അധികാരമുണ്ടായിരുന്നു. അവൻ്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാബാബിലോൺ വീണു. അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ബീഭത്സവുമായ സകല പക്ഷികളുടെയും താവളവുമായി. എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാദകമായി വീഞ്ഞുപാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു, എൻ്റെ ജനമേ, അവളിൽ നിന്ന് ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങളും പങ്കാളികളാകും. അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. ദൈവവചനമാണ് നാം കേട്ടത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വെളിപാട് പുസ്തകത്തിൻ്റെ 18-ാമത്തെ അധ്യായത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. മഹാബാബിലോൺ എന്ന പേരിൽ ചിത്രീകരിക്കപ്പെടുന്ന സാമ്രാജ്യശക്തിയുടെ പതനം, അതിൻ്റെ സകല ഭീകരതയോടും കൂടി ഇവിടെ വിവരിക്കാൻ പോവുകയാണ്. പലതവണ പറഞ്ഞു വെച്ചതായിരുന്നു ഈ മഹാബാബിലോണിൻ്റെ പതനം. 17-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ വ്യക്തമായൊരു സൂചന കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ മഹാബാബിലോൺ എന്നറിയപ്പെടുന്ന നഗരത്തിൻ്റെ അഥവാ ആ സംവിധാനത്തിൻ്റെ, സാമ്രാജ്യത്തിൻ്റെ പതനം വ്യക്തമായി വിവരിക്കുകയും ആ വിവരണത്തിന് ശേഷം ഈ നഗരത്തിൻ്റെ പതനത്തിൽ 3 ഗണം ജനങ്ങൾ മാറി മാറി വിലപിക്കുകയും ചെയ്യുന്നതിൻ്റെ വിവരണമാണ് കാണാൻ പോകുന്നത്. ആദ്യമേ ദൂതൻ്റെ അറിയിപ്പാണ്, മഹാബാബിലോൺ വീണുപോയി. ഈ വീഴുന്ന മഹാനഗരത്തിൽ നിന്ന് ഓടിയകലാനുള്ളൊരു ആഹ്വാനമുണ്ട് വിശ്വസ്തരായവർക്ക്, കർത്താവിനോട് വിശ്വസ്തത പാലിക്കുന്നവർക്ക്. അതിനുശേഷം തകർന്നു വീണ നഗരത്തെക്കുറിച്ചുള്ള വിലാപമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ വിവരണത്തിൽ പഴയ നിയമത്തിൻ്റെ സ്വാധീനം വളരെയേറെ കാണും. നഗരത്തിൻ്റെ പതനത്തെക്കുറിച്ച്, ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്ന നഗരത്തിൻ്റെ പതനത്തെക്കുറിച്ചുള്ള വിലാപത്തിൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ നിന്ന് വലിയ സ്വാധീനം നമ്മൾ കാണുന്നതാണ്. യെശയ്യായുടെ പുസ്തകം 13-ാമത്തെ അധ്യായം ബാബിലോണിന് എതിരെ ഉള്ള ഒരു പ്രവചനമാണ്. അവിടെ 6-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്രകാരം കാണും, ഉച്ചത്തിൽ വിലപിക്കുവിൻ, കർത്താവിൻ്റെ ദിവസം സമീപിച്ചിരിക്കുന്നു. സർവശക്തനെന്നുള്ള വിനാശം പോലെ അത് വരും. എല്ലാ കരങ്ങളും ദുർബലമാകും, എല്ലാവരുടെയും ഹൃദയം ഉരുകും. 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ കൂടുതൽ വിശദീകരിച്ചു പറയുന്നുണ്ട്. രാജ്യങ്ങളുടെ മഹത്വവും കൽദായരുടെ മഹിമയും അഭിമാനവുമായിരുന്ന ബാബിലോൺ ദൈവം നശിപ്പിച്ച സോദോമും ഗൊമോറയും പോലെ ആയിത്തീരും. അത് എന്നും നിർജ്ജനമായിരിക്കും. തലമുറകളോളം അതിൽ ആരും വസിക്കുകയില്ല. അറബികളുടെ കൂടാരമടിക്കുകയില്ല. ഇടയന്മാർ തങ്ങളുടെ ആടുകൾക്ക് അവിടെ ആല ഉണ്ടാക്കുകയില്ല. അത് വന്യമൃഗങ്ങളുടെ ആസ്ഥാനമായിരിക്കും. അതിൻ്റെ വീടുകൾ ഓരിയിടുന്ന ജീവികളെ കൊണ്ട് നിറയും. ഒട്ടകപ്പക്ഷികൾ അവിടെ വസിക്കും. കാട്ടാടുകൾ അവിടെ തുള്ളി നടക്കും. അതിൻ്റെ ഗോപുരങ്ങളിൽ ചെന്നായ്ക്കളും മനോഹര മന്ദിരങ്ങളിൽ കുറുക്കന്മാരും ഓരിയിടും. അതിൻ്റെ സമയം ആസന്നമായിരിക്കുന്നു. അതിന് ദിനങ്ങൾ ദീർഘിക്കുകയില്ല. പ്രവാചകന്മാർ വിവിധങ്ങളായ പ്രതീകങ്ങളിലൂടെ ബാബിലോണിൻ്റെ നാശത്തെക്കുറിച്ച് പറഞ്ഞ അത് ഇവിടെ മഹാബാബിലോണിൻ്റെ നാശത്തെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ ചിത്രീകരിക്കുകയാണ്. ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന് വലിയ അധികാരമുണ്ടായിരുന്നു. അവൻ്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. ദൈവത്തിൻ്റെ തേജസ്സാണ് ഈ ദൂതൻ്റെ മുഖത്ത് പ്രകാശിക്കുന്നത്. താബോർ മലയിൽ വെച്ച് രൂപാന്തരീകരണത്തിൻ്റെ അവസരത്തിൽ യേശുവിൻ്റെ മുഖം പ്രകാശിച്ചതായി സുവിശേഷകന്മാർ പറയുന്നുണ്ട്. ദൈവത്തോട് സംഭാഷിച്ചതിന് ശേഷം ഇറങ്ങി വന്ന മോശയുടെ മുഖം പ്രകാശിച്ചു വരുന്നു. അപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നവരുടെ മുഖം പ്രകാശിക്കും. അവിടുന്ന് കടന്നു വരുന്ന ഒരു ദൂതനാണ്. ദൈവത്തിൻ്റെ തേജസ്സാണ് ആ ദൂതൻ്റെ മുഖത്ത് പ്രകാശിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം തന്നെ അരുളി ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കണം എന്ന് ഗ്രന്ഥകാരൻ ആഗ്രഹിക്കുന്നു. അവന് വലിയ അധികാരമുണ്ടായിരുന്നു. അവൻ്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാബാബിലോൺ വീണു. അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ബീഭത്സവുമായ പക്ഷികളുടെയും താവളവുമായി. യെശയ്യായിലൂടെ പ്രവചിച്ചതുപോലെ ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. യെശയ്യാ പ്രവചിച്ചത് ബാബിലോണിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെളിപാട് പുസ്തകത്തിലുള്ള പ്രവചനം ബാബിലോൺ എന്ന പ്രതീകാത്മകമായി പറയപ്പെടുന്ന മറ്റൊരു മഹാനഗരത്തെക്കുറിച്ചാണ്. അത് റോമാണെന്ന്
നമ്മൾ 16-17 അധ്യായങ്ങൾ കണ്ടു. പക്ഷേ റോമാ സാമ്രാജ്യവും റോമാ പട്ടണവും മാത്രമല്ല, ദൈവത്തെ മറന്ന് ദൈവത്തെ ധിക്കരിച്ച് അധാർമികതയിൽ വളർന്നു വരുന്ന ഏത് സംസ്കാരത്തിൻ്റെയും ചരമഗീതമാണ് ഇവിടെ ആലപിക്കുന്നത്. സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാദകമായി വീഞ്ഞുപാനം ചെയ്തു. കാരണം, ഈ നഗരത്തിൻ്റെ നാശത്തിൻ്റെ കാരണം ഈ നഗരവും ഇതിൻ്റെ നാഗരികതയും ഇതിൻ്റെ സംസ്കാരവും ജനങ്ങളെ തിന്മയിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ഭോഗാസക്തിയുടെ വീഞ്ഞ്, ലൈംഗികമായ അരാജകത്വം, ദ്രവ്യ ആഗ്രഹം, കപടമായ ഭക്തി, എല്ലാ തരത്തിലുള്ള തിന്മകൾ, ഇതിനെല്ലാം കാരണമായി തീർന്ന ഈ ഒരു വലിയ സാമ്രാജ്യം, വലിയ സംസ്കാരം തകർന്നു വീഴുകയാണ്. ദൈവം തന്നെയാണ് അതിന് കാരണമാകുന്നത്. ദൈവത്തിൻ്റെ ശിക്ഷ ഈ നഗരത്തിൻ്റെ മേലെ പതിക്കാൻ പോകുന്നു. ഇതാണ് വിളിച്ചു പറയുക. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. പലതവണ ആവർത്തിച്ചു കണ്ടതാണ് വ്യഭിചാരമെന്ന് പറയുന്നത് വിഗ്രഹാരാധനയുടെ ഒരു പര്യായമാണെന്ന്. അധാർമികതയിലേക്ക് നയിക്കുന്ന ഈ സംസ്കാരത്തിൽ ലോകത്തിലെ എല്ലാവരും കൂട്ടുചേർന്നു. ഒരുപക്ഷേ ആഗോളവൽക്കരണത്തെക്കുറിച്ച് ഒരുപാട് കൊട്ടിഘോഷിക്കുന്ന ഈ സാഹചര്യത്തിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് കുറേ കൂടി പ്രസക്തമാവും. ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ആധുനിക സംസ്കാരത്തിൻ്റെ തന്നെ ആസന്നമായിരിക്കുന്ന ഒരു നാശത്തിൻ്റെ മുന്നറിയിപ്പ് പോലെ ഒക്കെ നമുക്ക് തോന്നാവുന്നതാണ്. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. ആ വ്യാപാരികളാണ് പിന്നീട് വിലപിക്കാൻ പോകുന്നത്. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു, എൻ്റെ ജനമേ, അവളിൽ നിന്ന് ഓടി അകലുവിൻ. നാശത്തിന് ഒഴിഞ്ഞിട്ടിരിക്കുന്ന ഈ പട്ടണത്തിൽ നിന്ന് ഓടി അകലുക, അല്ലെങ്കിൽ ആ നാശത്തിന് നിങ്ങളും പെട്ടുപോയി എന്ന് വരും. ഇതിൽ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി പോലെ തോന്നും. ജെറമിയ 51-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ബാബിലോണിൽ നിന്ന് ഓടി അകലുവിൻ, ജീവൻ രക്ഷിക്കുവിൻ, അവരുടെ ശിക്ഷയിൽ നിങ്ങൾ നശിക്കാതിരിക്കട്ടെ. ഇത് കർത്താവിൻ്റെ പ്രതികാര ദിനമാണ്. അവിടുന്ന് അവൾക്ക് പ്രതിഫലം നൽകുന്നു. ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കൈകളിൽ ബാബിലോൺ. അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു. ബാബിലോൺ പെട്ടെന്ന് വീണു തകർന്നു. അവളെ ഓർത്ത് വിലപിക്കുവിൻ. തകർന്നു വീഴുന്ന നഗരത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി അകലാനാണ് ആവശ്യപ്പെടുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? എങ്ങോട്ടാണ് ഓടി അകലേണ്ടത്? ഒരു സംസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് ആവശ്യപ്പെടുക. ഏതെങ്കിലും ഒരു സ്ഥലം വിട്ടുപോകുന്നതല്ല. ഒരു ഗ്രാമമോ പട്ടണമോ രാജ്യമോ വിട്ടുപോകാനല്ല ഇവിടെ ആവശ്യപ്പെടുക. ഈ ഗ്രാമമോ പട്ടണമോ അല്ലെങ്കിൽ നാഗരികതയോ വിഭാവനം ചെയ്യുന്ന, പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രത്യേക സംസ്കാരമുണ്ട്. ദൈവത്തെ മറന്നുള്ള സംസ്കാരം, ഭൗതികതയിൽ ആണ്ടുപോകുന്ന സംസ്കാരം. ആ സംസ്കാരത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇവിടെ ആവശ്യപ്പെടുക. കർത്താവ് യേശുക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ചു, ഈ ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ഈ ലോകത്തിൻ്റെതായ ചൈതന്യത്തിൽ വിട്ടുപോകാതിരിക്കണം, അവരെ രക്ഷിക്കണമെന്നാണ്. തിന്മയിൽ നിന്ന് വിടാതെ, തിന്മയിൽപ്പെടാതെ കാത്തു സൂക്ഷിക്കണം. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, അഥവാ ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചപ്പോഴും ഇതുതന്നെയാണ് അർത്ഥമാക്കിയത്. നമുക്കറിയാം, രക്ഷാചരിത്രം ആരംഭിക്കുന്ന അബ്രാഹത്തിൻ്റെ വിളിയോടുകൂടിയാണ്. അബ്രാഹത്തെ വിളിക്കുമ്പോൾ അബ്രാഹത്തോട് ദൈവം ആവശ്യപ്പെടുന്നതാണ്, നീ നിൻ്റെ ദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുക്കളെയും വിട്ട് ഞാൻ കാണുന്ന ദേശത്തേക്ക് പോവുക. ഒരു മാറ്റം ആവശ്യമാണ്. തഴങ്ങിയ തിന്മയിൽ നിന്ന് വിട്ടുമാറി നിൽക്കണം. തിന്മയുടെ ഉന്മൂലനം നടക്കുന്ന സാഹചര്യത്തിൽ ആ തിന്മയ്ക്ക് അധീനമായ പട്ടണത്തിൽ നിന്ന്, ആ തിന്മയ്ക്ക് അധീനമാകുന്ന മനോഭാവത്തിൽ നിന്ന് മാറി നിൽക്കണം. ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങളും പങ്കാളികളാകും. അവരുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ശിക്ഷാവിധി വിളിച്ചു വരുത്തുന്ന രീതിയിൽ ഉയർന്നു നിൽക്കുന്ന പാപത്തിന് അടിമയായി തീർന്ന ഒരു സമൂഹത്തിൻ്റെ മേൽ ദൈവത്തിന് ശിക്ഷ കടന്നു വരികയാണ്. ദൈവം അവളുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. അവൾ കൊടുത്തതുപോലെ അവൾക്കും തിരികെ കൊടുക്കുവിൻ. അവളുടെ പ്രവൃത്തികൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുവിൻ. അവൾ കലർത്തിത്തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കൊടുക്കുവിൻ. ഇതൊരു വലിയ പ്രതികാരമായി തോന്നാം. ഒരു മാനുഷികമായ ചിന്താഗതിയല്ല ഇവിടെയുള്ളത്. എന്നോട് ചെയ്തതിന് പകരം വീട്ടുക എന്നുള്ളൊരു ചിന്താഗതിയല്ല. ഇവിടെ ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് സൂചിപ്പിക്കുന്നു. തിന്മ ചെയ്യുന്നവർ തിന്മ അനുഭവിക്കും. താൻ കുത്തി കുഴിയിൽ താൻ തന്നെ വീഴും. ആ ഒരു ദൈവത്തിൻ്റെ തന്നെ പദ്ധതിയാണ് ഇവിടെ നടപ്പിലാകാൻ പോകുന്നത്. അതുകൊണ്ട് ഓടിയകലുക. അവൾ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് നൽകുവിൻ. എന്നാൽ അവൾ ഹൃദയത്തിൽ പറയുന്നു, ഞാൻ രാജ്ഞിയായി വാഴുന്നു, ഞാൻ വിധവയല്ല,
എനിക്ക് ഒരിക്കലും വിലപിക്കേണ്ടി വരികയില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ശിക്ഷാർഹമായ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് മനുഷ്യൻ്റെ അഹങ്കാരം, താൻ പോരിമ. ഞാനാണെല്ലാം, എല്ലാം എൻ്റെ നേട്ടം, എല്ലാം എൻ്റെ കഴിവുകൊണ്ട് നേടിയെടുത്തത് എന്നുള്ള മനോഭാവം. ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്ന മനുഷ്യൻ്റെ ധിക്കാരവും അഹങ്കാരവുമാണ് ഈ ശിക്ഷയ്ക്ക് കാരണമായിത്തീരുന്ന ഏറ്റവും വലിയ പാപം. ഞാൻ രാജ്ഞിയായി വാഴുന്നു, ഞാൻ വിധവയല്ല, എനിക്കൊരിക്കലും വിലപിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്നവൻ, ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കാമെന്ന് വിചാരിക്കുന്നവന് തെറ്റുപറ്റിപ്പോകുന്നു. എപ്പോഴാണ് പിടികൂടുക എന്നറിയില്ല. ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഏത് സമയവും കടന്നു വരാം. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കുക. ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ മഹാമാരികൾ വരും, മരണവും വിലാപവും ക്ഷാമവും. അഗ്നിയിൽ അവൾ ദഹിപ്പിക്കപ്പെടും. അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ്. അപ്പോൾ ഈ ഒരു ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവത്തെ അംഗീകരിക്കാത്ത ഒരു സംസ്കാരത്തിന് അധികകാലം നിലനിൽക്കാൻ സാധിക്കുകയില്ല. അത് തകർന്നു വീഴുക തന്നെ ചെയ്യും. ചരിത്രത്തിൽ അനേക തവണ ആവർത്തിക്കപ്പെട്ടതാണ് ഈ യാഥാർത്ഥ്യം. അതൊരിക്കൽ കൂടി വെളിപാട് പുസ്തകക്കാരൻ നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. ഇനി അങ്ങോട്ട് 3 വിലാപങ്ങളാണ് മാറി മാറി 3 ഗണം വിലാപങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആദ്യമേ രാജാക്കന്മാർ, പിന്നീട് വ്യാപാരികൾ, പിന്നീട് കപ്പൽ യാത്രക്കാർ. ഈ നഗരത്തെ ആരാധിക്കുകയും ഈ നഗരത്തിൻ്റെ സമൃദ്ധിയിൽ പങ്കുചേരുകയും ഈ നഗരത്തിൻ്റെ സ്വാധീന വലയത്തിൽ പെട്ടുപോവുകയും ചെയ്തവർ മാറി നിന്ന് ഈ നഗരത്തിൻ്റെ നാശത്തെക്കുറിച്ച് വിലപിക്കുന്നതാണ് ഇവിടെ എടുത്തു പറയുക. എസെക്കിയേലിൻ്റെ പുസ്തകം 26-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയും, നിന്റെ സംഗീതത്തിൻ്റെ സ്വരം ഞാൻ നിർത്തും, വീണാനാദം മേലിൽ നിന്നെ കേൾക്കുകയില്ല. 27-ാമത്തെ അധ്യായത്തിൽ ടൈറിൻ്റെ നാശത്തെക്കുറിച്ചുള്ള വിലാപം നമ്മൾ വായിക്കും. ഒരു ഉദാഹരണം മാത്രം എടുത്ത് വായിക്കട്ടെ, ആമോസിൻ്റെ പുസ്തകത്തിൽ നിന്ന്. ആമോസിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ. ഇസ്രായേൽ ഭവനമേ, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിലാപഗാനം കേൾക്കുക. ഇസ്രായേൽ കന്യക വീണുപോയിരിക്കുന്നു, അവൾ ഇനി എഴുന്നേൽക്കുകയില്ല. അവൾ സ്വദേശത്ത് പരിത്യക്തയായി കിടക്കുന്നു, എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. സമൃദ്ധിയിൽ കഴിയുന്ന ഒരു പട്ടണത്തെ നോക്കി അതിൻ്റെ ചരമഗാനം ആലപിക്കുന്ന വ്യക്തിയാണ് ആമോസ്. സമറിയ പട്ടണം അതിൻ്റെ സമൃദ്ധിയുടെ ഉച്ചകോടി എത്തിയ സാഹചര്യത്തിലാണ് ആമോസ് കടന്നു വരിക. തകർന്നു വീഴുന്ന നഗരത്തെ ഒരു ദർശനത്തിലെന്ന പോലെ കണ്ടുകൊണ്ട് ആമോസ് അതിൻ്റെ ചരമഗാനം ആലപിച്ചു. അതുപോലെയാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ ചരമഗാനം 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ റോമ അതിൻ്റെ പ്രൗഢിയുടെ ഉച്ചകോടി എത്തി നിന്ന സാഹചര്യത്തിൽ വെളിപാട് ഗ്രന്ഥകാരൻ ആലപിക്കുന്നത്. ഇപ്രകാരം ഒരു ഗാനാലാപത്തിന് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ആരാണ് ഇന്ന് ഗാനം ആലപിക്കുക? ആദ്യത്തേത് രാജാക്കന്മാരാണ്. അവളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും ഭോഗജീവിതം നയിക്കുകയും ചെയ്ത ഭൂമിയിലെ രാജാക്കന്മാർ അവൾ കത്തിയെരിയുന്ന പുക കാണുമ്പോൾ അവളെക്കുറിച്ച് കരയുകയും അലമുറയിടുകയും ചെയ്യും. അവരുടെ പീഡകളെക്കുറിച്ചുള്ള ഭയം നിമിത്തം അകലെ നിന്നുകൊണ്ട് അവർ പറയും, കഷ്ടം കഷ്ടം മഹാനഗരമേ, സുശക്തമായ നഗരമേ, ബാബിലോണെ, ഒരു വിനാഴിക കൊണ്ട് നിന്റെ വിധി വന്നു കഴിഞ്ഞല്ലോ. അകലെ നിന്ന് വിലപിക്കുകയല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ രാജാക്കന്മാർക്ക് പോലും സാധിക്കുന്നില്ല. ദൈവം ശിക്ഷിക്കാൻ വരുമ്പോൾ രക്ഷിക്കാനായി മറ്റാരും ഉണ്ടാവുകയില്ല. ദൈവത്തിന് മുമ്പിൽ വീമ്പ് പറഞ്ഞ, ധിക്കാരം കാണിച്ച പട്ടണമാകട്ടെ സംസ്കാരമാകട്ടെ ദൈവത്തിന് ശിക്ഷാവിധി ഏറ്റുവാങ്ങുമ്പോൾ തകർന്നു പോവുകയല്ലാതെ രക്ഷിക്കപ്പെടുകയില്ല. മഹാനഗരത്തെക്കുറിച്ച് വിലപിക്കുന്ന രാജാക്കന്മാരുടെ വിലാപമാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഭൂമിയിലെ വ്യാപാരികളാണ്. ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. കാരണം അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. ഈ നഗരത്തിൻ്റെ സംസ്കാരം കൊണ്ട് സമ്പന്നരായവർ എന്താണ് കച്ചവടം നടത്തിയിരുന്നത് ശ്രദ്ധിച്ചു വായിക്കുന്നത് നല്ലതാണ്. അവരുടെ കച്ചവട സാധനങ്ങൾ ഇതാണ്: സ്വർണം, വെള്ളി, രത്നങ്ങൾ, മുത്തുകൾ, മൃദുല വസ്ത്രം, ധൂമ്രവസ്ത്രം, രക്താംബരം, പട്ട്, സുഗന്ധമുള്ള പലതരം തടികൾ, ദന്തനിർമ്മിതമായ വസ്തുക്കൾ, വിലയേറിയ തടി, പിച്ചള, ഇരുമ്പ്, വെണ്ണക്കല്ല് എന്നിവയിൽ തീർത്ത പലതരം വസ്തുക്കൾ, കറുവാപ്പട്ട, സുഗന്ധവ്യഞ്ജനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, മീറ, കുന്തുരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലികൾ, ആടുകൾ, കുതിരകൾ, രഥങ്ങൾ, അടിമകളല്ലാത്ത മനുഷ്യർ. മൊത്തം 33 ഐറ്റമാണ് ഇവിടെ എടുത്തു പറയുക. അതിൽ അധിക പങ്കും ആഡംബര വസ്തുക്കളാണ്. ഇവ വിറ്റുകൊണ്ട് ലാഭമുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇന്നും ഇതുതന്നെയാണല്ലോ സംഭവിക്കുക. സാധാരണഗതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ വിറ്റ് ആരും അധികം പണം ഉണ്ടാക്കാറില്ല, സമ്പാദിക്കാറില്ല. പക്ഷേ ഉപഭോഗ വസ്തുക്കൾ, ആഡംബര വസ്തുക്കളാണ് വലിയ സമ്പത്തിന് കൈമാറ്റത്തിന് കാരണമായി തീരുക. ഇവിടെ ഈ ഉപഭോഗ സുഖ ആഡംബര വസ്തുക്കൾ വാങ്ങാൻ ആരുമില്ല. കാരണം വലിയ നഗരം,
ആഡംബരത്തിൻ്റെതായ നഗരം തകർന്നു വീണ് കഴിയുമ്പോൾ ഇവയ്ക്കൊന്നും ഇനി ചിലവുണ്ടാവുകയില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ചും അവസാനത്തെ 2 ഐറ്റമാണ്. അടിമകളല്ലാത്ത മനുഷ്യരെ പോലും കച്ചവടം ചെയ്യുന്ന ഒരു സംസ്കാരമായിരുന്നു ഇവിടെ തകർന്നു വീഴുന്നത് എന്ന് യോഹന്നാൻ പ്രത്യേകം എടുത്തു പറയുന്നു. അടിമകളല്ലാത്ത മനുഷ്യർ. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും ഏതാണ്ട് 6 കോടി അടിമകൾ റോമാ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. 60 മില്യൺ, 6 കോടി അടിമകൾ. അടിമകളും അടിമകളല്ലാത്ത മനുഷ്യരും യുദ്ധം ചെയ്ത് കീഴടക്കിയ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും അടിമകളാക്കുക റോമക്കാർക്ക് പതിവായിരുന്നു. യുദ്ധത്തിന് മതിനാണ് സംഭവിക്കുക. കൊന്നൊടുക്കാത്തവരെ അടിമകളാക്കും, അടിമകളായി കച്ചവടം ചെയ്യും. അടിമകളല്ലാതിരുന്നവരെ അടിമകളാക്കി മാറ്റുന്നു. മനുഷ്യനെ കച്ചവടം ചെയ്യുന്ന ഒരു സംസ്കാരം അന്ന് നിലവിലിരുന്നു. ഇന്ന് അത്ര തന്നെ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും ഈ പറഞ്ഞ ആഡംബര വസ്തുക്കളും മനുഷ്യൻ്റെ വ്യാപാരവും ഒട്ടും കുറയാതെ തന്നെ തുടരുന്നതായിട്ട് നമുക്ക് കാണാം. മനുഷ്യനെ അടിമയായി വിൽക്കുന്ന, അടിമകളല്ലാത്തവരെ അടിമകളാക്കുന്ന, കച്ചവടം ചെയ്ത് സമ്പത്തുണ്ടാക്കുന്ന ഒരു സംസ്കാരത്തിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല എന്ന് വെളിപാട് ഗ്രന്ഥം നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുകയാണ്. അവശ്യ വസ്തുക്കൾ ക്ഷാമം സൃഷ്ടിക്കുകയും ഉപഭോഗ വസ്തുക്കൾക്ക് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഇങ്ങനെ വ്യാപാരികൾ വിലപിക്കുന്നതിൻ്റെ കാരണം നഗരത്തിന് നാശമല്ല, നഗരത്തിന് നാശം മൂലം അവർക്കുണ്ടാകുന്ന നഷ്ടമാണ്. തങ്ങളുടെ ലാഭം നഷ്ടപ്പെടുന്നു, അതിൻ്റെ പേരിലാണ് വിലാപം. ഇനി തുടർന്ന് പറയുന്നതാണ്, നിന്റെ ആത്മാവ് കൊതിച്ച കനി നിന്നിൽ നിന്ന് അകന്നുപോയി, ആഡംബരവും ശോഭയുമെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു, അവയൊന്നും ഇനി ഒരിക്കലും നീ കാണുകയില്ല. അവൾ നിമിത്തം ധനികരായിത്തീർന്ന വ്യാപാരികൾ അവരുടെ പീഡകളെക്കുറിച്ചുള്ള ഭയത്താൽ അകലെ നിന്ന് കരയുകയും വിലപിക്കുകയും ചെയ്യും. മൃദുല വസ്ത്രവും ധൂമ്രവസ്ത്രവും രക്താംബരവും ധരിച്ചതും സ്വർണവും രത്നാഭരണങ്ങളും മുത്തും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായ മഹാനഗരമേ, കഷ്ടം കഷ്ടം! എന്തെന്നാൽ 1 മണിക്കൂർ നേരം കൊണ്ട് നിന്റെ ധനമത്രയും ശൂന്യമാക്കപ്പെട്ടു. എത്ര പെട്ടെന്നാണ് സംസ്കാരങ്ങൾ തകർന്നു വീഴുന്നത്! എത്ര പെട്ടെന്നാണ് വലിയ വ്യാപാര സ്ഥാപനങ്ങൾ, വ്യാപാരം കൊണ്ട് ധനികരായ രാജ്യങ്ങൾ തകർന്നു വീഴുക! 1 മണിക്കൂർ കൊണ്ട് എല്ലാം ശൂന്യമാക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ഭൗതിക വസ്തുക്കളുടെയും ആഡംബരങ്ങളുടെയും സുഖഭോഗ ആസ്വാദനത്തിൻ്റെയും ഒക്കെ നൈമിഷികതയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. 3ാമത്തെ ഗണം ജനങ്ങൾ, അത് കപ്പിത്താന്മാരാണ്. കടൽ വഴിയുള്ള വ്യാപാരം നടത്തുന്നവർ. സകല കപ്പിത്താന്മാരും കപ്പൽ യാത്രക്കാരും നാവികരും കടൽ വ്യാപാരികളും അകലെ മാറി നിന്നു. അവളുടെ ചിതാധൂമം കണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഈ മഹാനഗരത്തിന് സദൃശ്യമായി വേറെന്തുണ്ട്? നേരത്തെ ചോദിച്ചതായിരുന്നു, ഈ മൃഗത്തെ പോലെ മറ്റാരുമില്ല, അത്രമാത്രം ശക്തമായിരുന്നു ആ മൃഗം. പക്ഷേ ഇപ്പോഴിതാ മറ്റ് യാതൊരു മാതൃകയുമില്ലാത്ത രീതിയിൽ അത്രമാത്രം ഭയാനകമായി തകർന്നു പോയിരിക്കുന്നു. അവർ തങ്ങളുടെ തലയിൽ പൊടി വിതറുകയും കരഞ്ഞും വിലപിച്ചും കൊണ്ട് വിളിച്ചു പറയുകയും ചെയ്തു, മഹാനഗരമേ, കഷ്ടം കഷ്ടം! കടലിൽ കപ്പലുകളുള്ളവരെല്ലാം നീ മൂലം സമ്പന്നരായി, പക്ഷേ 1 മണിക്കൂർ കൊണ്ട് നീ നശിപ്പിക്കപ്പെട്ടു. റോമിനെക്കുറിച്ച് പറയുന്നത്, റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ റോമ പട്ടണത്തിലേക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഏറ്റവും വിലപിടിച്ച വസ്തുക്കൾ വരുമായിരുന്നു. ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് പോലും കച്ചവട വസ്തുക്കൾ റോമിലേക്ക് എത്തുമായിരുന്നു. ചന്ദനവും ആനക്കൊമ്പും അതുപോലെ വിലപിടിപ്പുള്ള മറ്റ് പലതും. ഇങ്ങനെ ലോകം മുഴുവനും അടയ്ക്കുവാണ് സമുദ്ര വ്യാപാരത്തിലൂടെ വലിയ ലാഭമുണ്ടാക്കിയ സമൃദ്ധിയിൽ വളർന്നു വന്ന ഒരു നഗരത്തിൻ്റെ തകർച്ച ഇന്നും എന്നും ഒരുപോലെ പ്രസക്തമാണ്, മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. സമ്പന്നമെന്ന് കരുതുന്നത് തകർന്നു വീഴാൻ അധികം സമയം വേണ്ടതില്ല. നമ്മൾ എത്രയോ തവണ കണ്ടിരിക്കുന്നു, ഓരോ തവണയും പണത്തിൻ്റെ മൂല്യം ഇടിയുകയും സമ്പദ് വ്യവസ്ഥ തന്നെ ആകപ്പാടെ താറുമാറാകുകയും തകരുകയും ചെയ്യുന്നൊരു ചിത്രം. ഈ സാഹചര്യത്തിൽ ദൈവം ശിക്ഷാവിധി നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ ആഹ്ലാദിക്കാനായിട്ട് വിശുദ്ധരെ, വിശ്വസ്തരെ ദൈവം ക്ഷണിക്കുകയാണ്. അല്ലയോ സ്വർഗമേ, 20-ാം വാക്യം, വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ, അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കുവിൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അവൾക്കെതിരെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. മറ്റൊരാളുടെ നാശത്തിൽ ആഹ്ലാദിക്കുന്നത് തീർച്ചയായിട്ടും ക്രൂരമായി തോന്നാം. പക്ഷേ ഇത് ഒരാളുടെ നാശം കണ്ട് ആഹ്ലാദിക്കുകയല്ല, ദൈവം തൻ്റെ നീതി നടപ്പിലാക്കുന്നതിൽ സന്തോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ നീതി പ്രത്യക്ഷമാകുന്നതിൽ, ദൈവം വിധി നടത്തുന്നതിൽ നമ്മൾ പലതവണ കണ്ടു കഴിഞ്ഞതാണ്. വിധി ശിക്ഷാവിധിയാകാം, രക്ഷാവിധിയാകാം. അധർമ്മത്തിൽ അടിയുറച്ച സംസ്കാരത്തെ, സമൂഹത്തെ ശിക്ഷിക്കുക എന്ന് ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ദൈവം തന്നെ നീതി നടപ്പിലാക്കുന്നതിൽ ഉള്ള സന്തോഷമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ നീതിയെ സ്തുതിക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുക. അനന്തരം ശക്തനായൊരു ദൂതൻ വലിയ തിരികല്ല് പോലെ ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു,
ബാബിലോൺ നഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും. ഇത് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി പോലെ തന്നെ തോന്നും. ജെറമ്യായുടെ പുസ്തകം 51 അധ്യായം വായിച്ചു കഴിയുമ്പോൾ, ബാബിലോണിൻ്റെ നാശത്തെക്കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങൾ എഴുതിയ ഗ്രന്ഥം വായിച്ചു കഴിയുമ്പോൾ, പുസ്തകത്തോട് ചേർത്ത് കല്ല് കെട്ടി യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറയുക, ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങൾ നിമിത്തം ബാബിലോൺ ഇതുപോലെ മുങ്ങും. അവർ തളർന്നു പോകും, അത് ഒരിക്കലും ഇനി പൊങ്ങി വരികയില്ല. ജെറമ്യായിലൂടെ പ്രവചനമായി പറഞ്ഞത് ഇവിടെ യോഹന്നാനിലൂടെ പ്രവചനമായി പറയുകയാണ്. വലിച്ചെറിയപ്പെടും, ഇനി ഒരിക്കലും കടന്നു വരികയില്ല. റോമിനെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് റോമിൽ ചെല്ലുന്നവർക്കെല്ലാം ദൃശ്യമാണ്. റോമാ ചക്രവർത്തിയുടെ കൊട്ടാരങ്ങളിരുന്ന സ്ഥലത്ത് ഇന്ന് കാട്ടുപൂച്ചകളാണ് വിലസുന്നത് നമുക്കറിയാം. സീസർ കൊല്ലപ്പെട്ട, സിസറോ പ്രസംഗിച്ച റോമൻ ഫോറത്തിൽ, റോമൻ സെനറ്റ് ഇരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് നഷ്ടാവശിഷ്ടങ്ങൾ, കൂമ്പാരങ്ങൾ മാത്രം കാണാം. കാഴ്ചക്കാർ ചുറ്റിക്കറങ്ങി നടക്കും, തകർന്നു വീണ കല്ലുകളുടെയും തകരാതെ നിൽക്കുന്ന സ്തൂപങ്ങളുടെയും തൂണുകളുടെയും ഒക്കെ ഇടയിലൂടെ. തകർന്നുപോയി, ഒരിക്കലും പണിതുയർത്താത്ത രീതിയിൽ. റോമ തകർന്നു, ആഥൻസ് തകർന്നു, അതുപോലെ എത്രയോ എത്രയോ പുരാതന സംസ്കാരങ്ങൾ തകർന്നു വീണു. ഇന്നും ഉയർന്നു നിൽക്കുന്ന പല സംസ്കാരങ്ങളും ഇതുപോലെ തകർന്നു വീഴും എന്നാണ് പറയുക. ഇനി ഒരിക്കലും അവൾ കാണപ്പെടുകയില്ല. വീണ വായനക്കാരുടെയും ഗായകരുടെയും കുഴലൂതുന്നവരുടെയും ശബ്ദം ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കുകയില്ല. കരകൗശല വിദഗ്ധരാരും നിന്നിൽ ഇനിമേൽ കാണപ്പെടുകയില്ല. തിരികല്ലിൻ്റെ സ്വരം നിന്നിൽ നിന്ന് ഉയരുകയുമില്ല. ഒരു ദീപവും ഇനി ഒരിക്കലും നിന്നിൽ പ്രകാശിക്കുകയില്ല. വധൂവരന്മാരുടെ സ്വരം ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കുകയുമില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു. നിന്റെ ആഭിചാരം കൊണ്ട് സകല ജനതകളെയും നീ വഞ്ചിക്കുകയും ചെയ്തു. പ്രവാചകന്മാരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട സകലരുടെയും രക്തം അവൾ കാണപ്പെട്ടു. എന്താണ് ഇപ്രകാരം ഒരു വിലാപഗാനം ആലപിക്കുന്നതിൻ്റെ കാരണം? അല്ലെങ്കിൽ എന്താണ് ഈ തകർച്ചയുടെ, വീഴ്ചയുടെ അടിസ്ഥാന കാരണം? അതിവിടെ 3 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ഒന്ന്, അവർ ഉന്നതന്മാരായിരുന്നു, അഥവാ ഉന്നതന്മാരാണെന്ന് ഭാവിച്ചു. അഹങ്കാരമാണ്. ദൈവത്തിന് ഒട്ടും സഹിക്കാനാവാത്തതാണ് മനുഷ്യൻ്റെ അഹങ്കാരം, ദൈവത്തെ നിഷേധിക്കുന്ന അഹങ്കാരം. അത് ബാബേൽ ഗോപുരം മുതൽ ഇങ്ങോട്ട് നമ്മൾ കാണുന്നതാണ്. അവർ ഉന്നതന്മാരാണെന്ന് ഭാവിച്ചു. ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവതുല്യനാവാൻ ശ്രമിക്കുന്ന, ദൈവത്തിൻ്റെ സിംഹാസനത്തിനും ഉപരി തൻ്റെ സിംഹാസനം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ബാബിലോണിൻ്റെ സാത്താൻ്റെ പ്രലോഭനം. ഉന്നതന്മാരായിരുന്നു. താൻ പോരുമ, മനുഷ്യൻ്റെ അഹങ്കാരമാണല്ലോ ദൈവത്തെ നിഷേധിക്കാനും താൻ തന്നെ ദൈവമാണെന്ന് സ്ഥാപിക്കാനും ശ്രമിക്കുന്നത്. ഇതാണ് ആദ്യത്തെ കാരണം. രണ്ടാമത്തേത്, നിൻ്റെ ആഭിചാരം കൊണ്ട് സകല ജനതകളെ നീ വഞ്ചിച്ചു, നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അത് ഇന്നത്തെ പല പ്രത്യയശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളും ദൈവനിഷേധത്തിലേക്ക് നയിക്കുന്ന ചിന്തകളും മനുഷ്യനെ വഞ്ചിക്കുന്നതാണ്. ആരംഭം മുതലേ വഞ്ചകനായിരുന്നു, നുണയനായിരുന്നു സാത്താനെക്കുറിച്ച് പറഞ്ഞു. ആ സാത്താൻ്റെ വ്യക്തമായ ഒരു ചിത്രീകരണമാണ് ഇവിടെ ഈ സംസ്കാരത്തിലൂടെ, ദൈവവിരുദ്ധ സംസ്കാരത്തിലൂടെ പ്രകടമാവുക. നീ സകലരെയും വഞ്ചിച്ചു, നുണയെ സത്യമായി അവതരിപ്പിച്ചു. ഈ നുണപ്രചരണങ്ങൾ കാരണം അനേകർ വഴിതെറ്റിപ്പോവാൻ കാരണമായി. അഹങ്കാരവും വഞ്ചനയും. മൂന്നാമത്തേത്, പ്രവാചകരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട സകലരുടെയും രക്തം അവൾ കാണപ്പെട്ടു. അക്രമം, കൊലപാതകം, മനുഷ്യനെ ജീവനെ ഹനിക്കുന്ന പ്രവർത്തനങ്ങൾ. ഇന്ന് ഏറെ പ്രസക്തമാണ് ഈ 3 കാര്യങ്ങളും. അഹങ്കാരം, മനുഷ്യൻ ദൈവത്തെക്കാളും വളർന്നുവെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരു സ്റ്റേറ്റിനെ, രാഷ്ട്രത്തെ പ്രതിഷ്ഠിക്കാൻ, ദൈവത്തിൻ്റെ സ്ഥാനത്ത് പാർട്ടിയെ പ്രതിഷ്ഠിക്കാൻ, പ്രത്യയശാസ്ത്രത്തെ പ്രതിഷ്ഠിക്കാൻ, ദൈവമില്ല എന്ന് പറയാൻ ശാസ്ത്രകാരന്മാർ പോലും കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യത്തേത് വ്യക്തമാണ്. ഉന്നതന്മാരാണെന്നുള്ള ഭാവം. സകല ജനങ്ങളെയും വഞ്ചിക്കുന്ന പ്രചരണ മാധ്യമങ്ങൾ ഇന്ന് ഏറെ ശക്തമായിരിക്കുന്നു. ഒരുപക്ഷേ വെളിപാട് ഗ്രന്ഥകാരൻ്റെ കാലത്തേക്കാൾ എത്രയോ ശക്തമായി. മൂന്നാമത്തേത്, അതിലേറ്റവും കൂടുതൽ രൂക്ഷമായ വിശുദ്ധരുടെ രക്തം അവൾ കാണപ്പെട്ടു. ഇത് ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ മതപീഡനത്തെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുക. ആബേലിൻ്റെ രക്തം മുതൽ ഇങ്ങോട്ട് ചിന്തപ്പെട്ട നിഷ്കളങ്ക രക്തം മുഴുവനും ഇവിടെയുണ്ട്. ഇന്ന് ഇത് പല രീതിയിലും പ്രകടമാകുന്നുണ്ട് നമുക്കറിയാം. എനിക്ക് സൂചിപ്പിക്കുകയുണ്ടായി അബോർഷനെക്കുറിച്ചും യൂത്തനാസിയയെക്കുറിച്ചുമൊക്കെയുള്ള ഇന്നത്തെ നിലപാടുകൾ. ഒരു ഭാഗത്ത് സമ്പത്ത് പരിമിതിയില്ലാതെ കുന്നുകൂടുകയും ആഡംബര വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് വിറ്റ് വലിയ ലാഭം കൊയ്യുകയും ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ വിഭവങ്ങൾ ചുരുക്കം വ്യക്തികളോ രാഷ്ട്രങ്ങളോ കമ്പനികളോ കൈയടക്കുമ്പോൾ കോടാനുകോടി ജനങ്ങൾ അതിഭീകരമായ പട്ടിണിക്ക്
ഇരയായിത്തീരുന്ന സംവിധാനം നിലനിൽക്കുമ്പോൾ രക്തം അവൾ കാണപ്പെട്ടു എന്ന് പറഞ്ഞത് ഇന്ന് നമുക്കും പ്രസക്തമാണ്. അഹങ്കാരം, വഞ്ചന, കൊലപാതകം, ഈ 3 കാരണങ്ങളാണ് നഗരത്തിന് നാശത്തിന് കാരണമായി തീർന്നത്. ഈ 3 കാരണങ്ങൾ എന്നും എപ്പോഴും പ്രസക്തമാണ്. നമ്മുടെ ജീവിതത്തിലും ഇത് പ്രസക്തമാണെന്ന് ഓർക്കുക. നമ്മുടെ സംസ്കാരവും നമ്മുടെ ആധുനിക സംസ്കാരവും ഇത് ശ്രദ്ധയിൽപ്പെടുന്നില്ല എങ്കിൽ തകർന്നു പോകാൻ അധിക സമയം വേണ്ട. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, തകർന്നു വീണ ഒരു നഗരത്തിൻ്റെ ചിത്രം ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് സകല ഭീകരതയോടും കൂടി വരച്ചു കാട്ടി പ്രവാചകനായ യോഹന്നാനിലൂടെ. കർത്താവേ, ഇത് ഞങ്ങൾക്കുള്ള ഒരു വലിയ താക്കീതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അഹങ്കാരവും അക്രമവും വഞ്ചനയും വലിയ നാശത്തിന് കാരണമായി തീരും എന്ന അവിടുത്തെ ഈ താക്കീത് ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്ന് അകന്നു പോകാൻ ഒരിക്കലും ഞങ്ങൾക്കിടയാക്കരുതേ. അങ്ങയെ നിഷേധിക്കുന്ന അധാർമികതയിൽ വളരുന്ന സംസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ഈ സംസ്കാരത്തെ തന്നെ നവീകരിക്കാനുള്ള കൃപ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.